ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന ഒരു കിണറിൻ്റെ ഈ മുകളിലെ ഗ്രില്ലിൻ്റെ ഒരു ഡോറ് തേങ്ങ എന്തോ വീഴുന്നതാണ് കേട്ടോ. അങ്ങനെ പൊട്ടി ഈ കിണറ്റിനകത്ത് വീഴുന്ന കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രില്ലിനെ നമുക്ക് ആ കിണറ്റിനകത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ കിണറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ശ്വസിക്കാനുള്ളൊരു ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഒരു മെയിനായിട്ടുള്ള ഒരു ടാസ്ക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തൊട്ടിയിൽ മെഴുകുതിരി കത്തിച്ചിറക്കിയപ്പോഴേക്കും ഒരു പകുതിയോളം എത്തുമ്പോഴേക്കും അണഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്കിനിയിപ്പം ഈ ഒരു ഓക്സിജനെ നമുക്ക് മുകളിലെ ഓക്സിജൻ നമുക്ക് താഴെ എത്തിക്കണം, അതിനുള്ള വർക്കാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ മാക്സിമം എന്താ പറയുക ചോലയൊക്കെ കെട്ടി നമ്മളെ മുകളിലോട്ടും താഴോട്ടും ആക്കി ഏകദേശം നമ്മൾ എന്താ പറയുക ഓക്സിജൻ നമ്മൾ താഴെ വരെ എത്തിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മെഴുകുതിരിയൊക്കെ വീണ്ടും ഇറക്കി നോക്കിയപ്പം സംഭവം കുഴപ്പമൊന്നുമില്ല, പക്കയാണ് കേട്ടോ. അത് നമ്മൾ ഈ ചോല മാത്രമല്ല, ഒന്ന് രണ്ട് ചെറിയ ചെറിയ ട്രിക്കുകളാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് നമ്മൾ എന്താ പറയുക ഓക്സിജൻ നമ്മൾ താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് താഴോട്ട് ഇറങ്ങാം, വിശ്വസിച്ചിറങ്ങാം. എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇടുപ്പിലൊരു കെട്ടുണ്ട്, മാത്രമല്ല നമ്മൾ കയ്യിലൊരു വടത്തിൻ്റെ ഒരു തൂങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നമ്മൾ നേരെ ഇനി അതിനകത്ത് പോയിട്ട് എന്താ പറയുക അതൊന്ന് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തൊരു ചടങ്ങ്. അപ്പോൾ അതിൽ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ വേനലിലും ഒരു 20 അടി 22 അടിയോളം വെള്ളം ഈ കിണറ്റിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു ടാസ്ക്. പക്ഷേ അതിനകത്ത് നിന്ന് നമ്മൾ ഈ സാധനം കരയിൽ എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ അതേ കണ്ടോ, ഇതാണ് നമുക്ക് ആ കിണറ്റിനകത്ത് കിടന്ന സാധനം കേട്ടോ. അപ്പോൾ നമ്മളിതേ അതെല്ലാം നീറ്റായിട്ട് കരയിലെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.